നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി ഷാഴൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. താന്ത്രികാചാര്യൻ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ ഷൺമുഖ സമാജം ഭാരവാഹികൾ ഉപഹാരം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചു. വാർത്തകൾ തുടരുന്നു. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി ഷാഴൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഭവന പദ്ധതിക്ക് 3,38,00,000 രൂപ വകയിരുത്തി. 45,33,770 രൂപ മിച്ചം വരുന്ന ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അവതരിപ്പിച്ചു. വാഴ, പച്ചക്കറി കൃഷി, ഇടവിള കൃഷി എന്നിവയുടെ വ്യാപനത്തിനും തരിശു കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 94,98,000 രൂപയുടെ പദ്ധതികളാണ് വകയിരുത്തിയിട്ടുള്ളത്. മൃഗസംരക്ഷണം, ഈ മേഖലയിൽ കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ, ധാതുലവണ മിശ്രിതം നൽകൽ, തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലൂന്നി കൃഷി അനുബന്ധ മേഖലകൾക്ക് 1 കോടി രൂപയും ബാലസൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് 35 ലക്ഷം രൂപ വിവിധ ബാലസൗഹൃദ പ്രൊജക്ടുകൾക്കായി വകയിരുത്തി. മൃഗസംരക്ഷണത്തിന് 22,32,000 രൂപയും പരിസ്ഥിതി ജലസംരക്ഷണത്തിന് 36,68,500 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 49,40,000 രൂപയും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് 32,93,750 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 30,31,400 രൂപയും കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 27,74,500 രൂപയും വനിതാ ശിശു ക്ഷേമ പദ്ധതികൾക്കായി 54,65,450 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 58,49,800 രൂപയും കളിസ്ഥലത്തിനായി 1 കോടി രൂപയും ഗ്രാമീണ റോഡ് വികസനത്തിനായി 1,95,09,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 2,90,57,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പുനർനിർമ്മാണത്തിന് നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ അനുവദിച്ച 60 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പ്രവർത്തിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 70 ലക്ഷം രൂപയുടെ റോഡ് പ്രവർത്തികൾക്കായി സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തോടുകൂടി പ്രവൃത്തി പൂർത്തീകരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയ്സി വർഗീസ്, അക്കൗണ്ടന്റ് മനോജ് കുമാർ KM എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് CDS വനിതാ ദിനത്തിൽ വിശിഷ്ട വനിതകളെ ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ കമലം അധ്യക്ഷയായി. ചെയർപേഴ്സൺ രാജി രഞ്ജൻ, വാർഡ് മെമ്പർമാരായ ശ്രീദേവി മാധവൻ, നിഖിത P രാധാകൃഷ്ണൻ, AS പ്രീത, ലിജിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു. ഹരിതകർമ്മസേന അംഗവും ഡ്രൈവറും കൂടിയായ ജിജി, മികച്ച സംരംഭക രേണുക സോമൻ, മികച്ച കർഷക ജീജ ഉണ്ണികൃഷ്ണൻ, മുതിർന്ന കുടുംബശ്രീ അംഗം സതി രാമകൃഷ്ണൻ, യോഗ ട്രെയിനർ സബീന സനൽ, ജെൻഡർ വനിതാ വിഭാഗം ഫിറ്റ്നസ് ട്രെയിനർ ജിത സുരേഷ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മാർച്ച് 8 സാർവദേശീയ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഏറ്റവും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ 8-ന് മുന്നേയായിട്ട് ആണ് ഈ പരിപാടികളെല്ലാം നമ്മൾ നടത്തേണ്ടത്. ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് അവർക്ക് ആ സമയത്ത് ഈ പരിപാടി നടത്താൻ പറ്റാതിരുന്നത്. നമുക്കറിയാം, വനിതകൾക്ക് ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല. അങ്ങനെ പണ്ട് കാലങ്ങളിൽ ഒരു മാർച്ച് 8 വനിതാ സാർവദേശീയ ദിനമായി ആചരിക്കുന്നതെന്നുള്ളൂ. എന്നും വനിതകളാണ് നമ്മുടെ വീടിന്റെ, പണ്ട് കാലങ്ങളൊക്കെ പറയും ഒരു പെണ്ണുണ്ടായ ആ വീടിന്റെ പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. 3 ആനകളുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു. പരക്കാട് മഹേന്ദ്രൻ മാരാർ, ചേരനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വാദ്യഗുരുകുലം സച്ചിൻ വാസുദേവനും സംഘവും തായമ്പക അവതരിപ്പിച്ചു. രാത്രി 1-ന് ഏകാദശി വിളക്ക്, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പുലർച്ചെ പള്ളിവേട്ട എന്നിവ നടന്നു.
കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ KG വിഭാഗം വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. സീരിയൽ താരം ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആ കുട്ടികള് എന്റെ പ്രൊഫൈൽ അയക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്കാണ്. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു കൊമേഡിയനാവും. അതായത് ഞാൻ പഠിപ്പിച്ചത് മുഴുവൻ പിള്ളേർക്ക് കോമഡി ആയിട്ടാണ് തോന്നിയിരുന്നത്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അഹങ്കാരത്തോടെ പഠിപ്പിച്ചിരുന്ന ഞാൻ അത് നിസ്സാര വിഷയമൊന്നുമല്ല, ഫിസിക്സും മാത്സും. ഇത് പഠിപ്പിച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയനായി. ഞാൻ ആഗ്രഹിച്ച ഒരു ഡാൻസർ ആവാനായിരുന്നു. എന്റെ അച്ഛൻ എന്നൊരു അധ്യാപികയാക്കി, പിള്ളേരെ എന്നൊരു സ്റ്റാൻഡപ്പ് കോമഡിയനാക്കി. അവിടെ നിന്ന് ഈ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പൗലോക്കോയിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ചോദിക്കെന്താന്ന് ഉറക്കെ ചോദിക്കി. താല്പര്യം വേണം നിങ്ങളില്. ഞാൻ എന്ത് പറയാൻ ചോദിക്കണം എന്താന്ന് കേട്ടാ. അവര് ചോദിച്ചേ, ആഗ്രഹത്തോട് ചോദിച്ചേ. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ പ്രപഞ്ച ശക്തി കൂട്ടു നിൽക്കുന്നു അത് നേടിയെടുക്കാൻ. മനസ്സിലായ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മതി. നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാ. പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൾ ഗഫൂർ, സെക്രട്ടറി PM മുഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് ജിഷ ഉമർ അലി, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് അദ്നാൻ, സാറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സഹോദയ കിഡ്സ് ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലക്കാട് ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്ക് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾക്ക് ശുദ്ധജലം ശേഖരിക്കുന്നതിനായും ജീവിത നിലവാരം ഉയർത്തുന്നതിനായുമാണ് 3 ലക്ഷം രൂപയുടെ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കായി മത്സ്യബന്ധന വലകൾക്ക് വേണ്ടി മാത്രമായി 4 ലക്ഷം രൂപ മുൻ ദിവസങ്ങളിൽ ചെലവഴിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായി വലപ്പാട് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയത് 14 ലക്ഷം രൂപയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ, വാർഡ് മെമ്പർമാരായ അനിത കാർത്തികേയൻ, സിജി സുരേഷ്, അനിത ത്രിദീപ് കുമാർ, മണി ഉണ്ണികൃഷ്ണൻ, അജ്മൽ ഷെരീഫ്, ഷൈൻ നെടിയിരിപ്പിൽ, അജയ് ഘോഷ്, രശ്മി ഷിജോ, മണിലാൽ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ, സാഗർ മിത്ര അശ്വതി, അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശതാഭിഷിക്തനാകുന്ന തൃപ്പയാർ ക്ഷേത്രം തന്ത്രിയും താന്ത്രികാചാര്യനുമായ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ ഷൺമുഖ സമാജം ഭാരവാഹികൾ ഉപഹാരം നൽകി ആദരിച്ചു. ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രം തന്ത്രി കൂടിയാണ് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട്. തൃപ്പയാർ ക്ഷേത്രം നടപ്പുരയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സമാജം പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ സെക്രട്ടറി ജനാർദ്ദനൻ, K ബാലചന്ദ്രൻ, ഹരി നടുവത്തേരി, മറ്റു കമ്മിറ്റി മെമ്പർമാരും പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തൃപ്പയാർത്തേവരുടെ ഗ്രാമപ്രദക്ഷിണവും ആറാട്ടുകളുമായി ബന്ധപ്പെട്ട വിവിധ പ്രാദേശിക കമ്മിറ്റി പ്രതിനിധികളുടെ യോഗവും നടത്തി. യോഗത്തിൽ വിവിധ പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 3 മുതൽ 9 വരെയുള്ള തൃപ്പയാർത്തേവരുടെ ഗ്രാമപ്രദക്ഷിണവും അതോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള ആറാട്ടുകളും, ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാനുള്ള ഏപ്രിൽ 9-നുള്ള യാത്രയും പിറ്റേന്ന് തിരിച്ച് തൃപ്പയാറിലേക്കുള്ള മടക്കി യാത്രയും ഏപ്രിൽ 10-ലെ ഉത്രം വിളക്കും ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചു. ഭഗവാന്റെ യാത്രാ വഴിയിലെ റോഡ് പണികളുമായി ബന്ധപ്പെട്ട നാട്ടിക സെന്റർ, വലപ്പാട്, തൃശൂർ തൃപ്പയാർ റോഡിലെ ചിറക്കൽ എന്നിവിടങ്ങളിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കുന്നതിനും തീരുമാനിച്ചു. മന്ദാരക്കടവിലെ ആറാട്ട് നടക്കുന്ന കടവിലെ ചെളി മാറ്റുന്നതിനും തൃപ്പയാർ കിഴക്കേനട കടവിലെ ചെളി നീക്കം ചെയ്യുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടലിന് കത്ത് നൽകും. യോഗത്തിൽ തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ K ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, ദേവസ്വം മാനേജർ മനോജ് K നായർ, ദേവസ്വം അസിസ്റ്റന്റ് അഖിൽ നന്ദകുമാർ, ഉപദേശക സമിതി അംഗം പ്രകാശൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ശക്തയെ 2025 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. റാപ്പ് സോങ്, കവിതാവതരണങ്ങൾ, നൃത്തശില്പം, മണിപ്പൂരി നൃത്തം, വനിതകൾക്ക് സിനിമാ പ്രദർശനം എന്നിവയുണ്ടായി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം താളം വനിതാ വാദ്യകലാ സംഘത്തിന്റെ മേളാവതരണവും നടന്നു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ
പഞ്ചായത്തിലെ കലാ-സാംസ്കാരിക രംഗത്ത് പ്രാവീണ്യം നേടിയ വനിതകളെ ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AS സബിത്ത്, സരിത ഗണേശൻ, സുലേഖ ജമാലു, വാർഡ് മെമ്പർമാരായ CM നിസാർ, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, ആശ ഗോകുൽ, മഞ്ജു പ്രേംലാൽ, ധനീഷ് KS, സുജിത് MS, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ്, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ P ശ്രീരേഖ, ICDS സൂപ്പർവൈസർ KS സിനി തുടങ്ങിയവർ സംസാരിച്ചു. ആദരിക്കപ്പെടുന്നു. ഇത് ലോകം അറിയുമ്പോൾ ഈ 15 എഴുത്തുകാർ അല്ലെങ്കിൽ 15 നർത്തകിമാർ അല്ലെങ്കിൽ സംഗീതജ്ഞർ നമ്മുടെ വാടാൻപുള്ളിയിലുണ്ടായിരുന്നു. അവർ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നതെന്ന് അങ്ങനെ അവരുടെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ FBന്ന് മറ്റൊരു FBക്ക് അതിൻ്റെ ഷെയർ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആദരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിലുള്ള ചെറിയ കഴിവുകളെ ആദരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ മുന്നാമ്പറത്തേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചാലുള്ളത്. അവരുടെ കഴിവുകൾ അവർക്ക് അവതരിപ്പിക്കാൻ കൂടി ഒരു അവസരം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഷീമ ടീച്ചർ ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി. വ്യാഴാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവശക്തി ഹോമം, പ്രസാദ പ്രതിഷ്ഠ, പീഠപൂജ, ബിംബം എഴുന്നള്ളിക്കൽ, കലശ പ്രദക്ഷിണം, നാഗങ്ങൾക്ക് അഭിഷേകവും തുടർന്ന് നൂറും പാലും നടത്തി. വൈകിട്ട് മുത്തപ്പൻ കളം, പത്മമിട്ട് പൂജ, ദീപാരാധന. രാത്രിയിൽ ശ്രീ ശക്തി കരിങ്കുട്ടിച്ചാത്തൻ സ്വാമിക്ക് രൂപകളവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് സർപ്പകളവും നടത്തി. വൈകിട്ട് പത്മമിട്ട പൂജ, ദീപാരാധനയ്ക്ക് ശേഷം സർപ്പകളവും ഉണ്ടായി. ശനിയാഴ്ച വൈകിട്ട് പഞ്ചമിക്ക് പൂജ, യക്ഷിക്കളം, തുടർന്ന് ഭൂതകളവും നടന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, നെയ്വിളക്ക് സമർപ്പണം, വിശേഷാൽ പൂജകൾക്ക് ശേഷം കലശം, പൊങ്കാല എന്നിവയുണ്ടായി. തുടർന്ന് വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപകളം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേവീകളവും ഉണ്ടായിരുന്നു. ഉത്സവ ദിവസമായ തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ, ദീപക്കാഴ്ച, കലശപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടത്തി. വൈകിട്ട് 3 ഗജവീരന്മാരോട് കൂടിയ കൂട്ടി എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, നിറമാല, ചുറ്റുവിളക്ക്, പൂമൂടൽ കർമ്മം, തുടർന്ന് വർണ്ണമഴയും നടന്നു. രാത്രി ഹനുമാൻ സ്വാമി പൂജ, അത്താഴപൂജ, ദേവാനന്ദ വാദ്യങ്ങൾ, താലം വരവ്, എഴുന്നള്ളിപ്പ്, മഹാഗുരുതി മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് രക്ഷാധികാരി പാർത്തൻ ആലുങ്ങൽ, പ്രസിഡന്റ് പ്രേമാനന്ദൻ, സെക്രട്ടറി വാസുദേവൻ, ട്രഷറർ അനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ മുരളീധരൻ, ഷിബു, ബാബുരാജ്, രത്നാകരൻ, രാമനുണ്ണി, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ബീച്ച് കോഴിശ്ശേരി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, ശീവേലി, പറയെടുപ്പ്, ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, അത്താഴപൂജ, മഹാനിവേദ്യം, രാത്രി നാടകം, തായമ്പക, മഹാഗുരുതി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി, മേൽശാന്തി ശ്രീരാജ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് അർജുനൻ കെ, സെക്രട്ടറി സനിൽ കെ, ട്രഷറർ മോഹൻദാസ് കെ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. മുൻ പ്രധാനാധ്യാപിക VD ഷീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സീജ ജോസഫ്, അധ്യാപകരായ സിൽജി, നിമിഷ, നിമിൽ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കുട്ടികളുടെയും മികച്ച നേട്ടങ്ങൾ, ഉൽപ്പന്നങ്ങൾ, കുട്ടികൾ വീട്ടിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന ഇല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു. ആക്ഷൻ സോങ്, വേർഡ് മേക്കിംഗ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നിവ നടത്തി. കുട്ടികളിലെ സർഗാത്മകത വളർത്താനായി ചിത്രമൂല സംഘടിപ്പിച്ചു. IT മൂലയുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളെ ശരിയായ രീതിയിൽ തരംതിരിച്ച് നിക്ഷേപിക്കുന്ന വേസ്റ്റ് ചലഞ്ച് ആക്ടിവിറ്റി,
ICTയുടെ സഹായത്തോടെ കുട്ടികൾ ചെയ്തു. അഭിനയമൂലയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരു അഭിനയഗാനം കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചു. ഗണിതവുമായി ബന്ധപ്പെട്ട അബാക്കസ് നിർമ്മാണം, വിവിധ രൂപങ്ങളുടെ നിർമ്മാണം, സ്ഥാനവില പോക്കറ്റ്, ക്ലോക്ക് നിർമ്മാണം എന്നിവ നടത്തി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി ജന്മദിന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിറന്നാൾ ഹോമം, ശതാഭിഷേക ക്രിയകൾ, അഭിഷേകങ്ങൾ, തേവർക്ക് മൈസൂർ ചന്ദനത്തിൽ മുഴുക്കാപ്പ്, കളഭം, വിശേഷാൽ ഉച്ചപൂജ എന്നിവ നടത്തി. തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ആയുരാരോഗ്യ വേദാർച്ചനയും നടന്നു. ചടങ്ങുകൾക്ക് കൈമുക്ക് വൈദികൻ ജാതവേദൻ നമ്പൂതിരിപ്പാട്, കൈമുക്ക് ശ്രീധരൻ നമ്പൂതിരിപ്പാട്, കൈമുക്ക് ചെറിയനാരായണൻ നമ്പൂതിരി, നഗർണമന രാമൻ നമ്പൂതിരി, കൊട്ടിയൂർ ക്ഷേത്രം തന്ത്രി നന്ദ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരി, ബദ്രിനാഥ് ക്ഷേത്രം റാവൽജി, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരര്, AT നാരായണൻ നമ്പൂതിരി, കൂടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി, ഡോക്ടർ പുന്നപ്പിള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അഴകത്ത് വിഷ്ണു നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ബ്രഹ്മർഷി മോഹൻജിയെ നാദസ്വരത്തോടും പൂത്താലത്തോടും കൂടി പൂർണ്ണകുംഭവും നൽകി സ്വീകരിച്ചു. വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾ തന്ത്രിയെ ആദരിച്ചു. മുൻ ശബരിമല മേൽശാന്തിമാർ, ദേവസ്വം മുൻ ഭാരവാഹികൾ, വിവിധ ക്ഷേത്ര ആചാര്യന്മാർ, വിവിധ മതപണ്ഡിതന്മാർ മുതലായവർ ആദരിക്കലിൽ പങ്കുചേർന്നു. തന്ത്രി അവർക്ക് പൂജിച്ച ആഞ്ജനേയ ലോക്കറ്റുകൾ നൽകി. 4000-ഓളം പേർ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തു. പിറന്നാൾ ചടങ്ങിനോടനുബന്ധിച്ച് 108 ബ്രാഹ്മണർക്ക് പശുദാന കർമ്മം നടത്തി. വൈകുന്നേരം വിശേഷാൽ ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധനയ്ക്ക് ശേഷം വിശേഷാൽ തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. ഹരേ രാമമന്ത്രം ജപിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare Hare. കരയാമുട്ടം CH പള്ളിപ്രം മഹലിൽ സമസ്ത ആസ്മി സ്കൂൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും SNEC ചെയർമാനുമായ അബ്ദുസലാം ബാഖവി വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PM കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഉമർ ബാഖവി പഴയന്നൂർ ആമുഖ പ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ബാഖവി, PH ഹസൻ, ഹാജി എന്നിവർ ചേർന്ന് സ്കൂൾ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ആസ്മി കോർഡിനേറ്റർ MM ഷംസുദ്ദീൻ, SKJM റേഞ്ച് സെക്രട്ടറി PP മുസ്തഫ മൗലവി, SMS റേഞ്ച് പ്രസിഡന്റ് VA ഇസ്മായിൽ, MK ഹുസൈൻ മാസ്റ്റർ, KB മുഹമ്മദ്, അനസ് അൻവരി, ഹാഫിള മുഹമ്മദ് നാസിം റഹീമി, മഹല്ല ഭാരവാഹികളായ PU റഹീം, PA ഷാജഹാൻ, PB അബ്ദുള്ളക്കുട്ടി, മദ്രസ പ്രസിഡന്റ് TS മുഹമ്മദ് സാലി, സെക്രട്ടറി VA നവാസ്, UAE കമ്മിറ്റി രക്ഷാധികാരി ഫൈസൽ അബ്ദുൾ ഖാദർ, ആഷിഖ് മഹ്മൂദി, അബ്ദുള്ള അൻവരി, മഹല്ല ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, ജോയിന്റ് സെക്രട്ടറി KA ഷെഫീൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ജാതിവെറിക്കെതിരെ PKS പ്രതിഷേധ മാർച്ച് നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി നടത്തിയ പന്തംകൊളുത്തി ജാഥ PKS ഏരിയ കമ്മിറ്റി സെക്രട്ടറി VV സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അജയകുമാർ കുമാർജി, ബാബുരാജ്, ബിന്ദുകുമാരൻ, മനോഹരൻ, സ്മിത അജയകുമാർ, അരുൺ ആനന്ദ്, സിരാജ്, അനിൽ എന്നിവർ സംസാരിച്ചു.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാർത്ഥികളിൽ ഭരണഘടനാ അവബോധം എന്ന വിഷയത്തിൽ അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. നാട്ടിക SN കോളേജിൽ വെച്ച് നടത്തിയ സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും നിങ്ങളുടെ വളർച്ചകളിലൂടെയും നിങ്ങൾ നല്ല വിദ്യാർത്ഥികൾ മാറേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ നമുക്കിവിടെ എല്ലാ പരുവത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ക്ലാസ്സായിരിക്കും ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ഇതൊക്കെ വീട് കിട്ടുന്ന ചില മുഹൂർത്തങ്ങളാണ് ഇത്തരം ക്ലാസ്സുകൾ. എല്ലാം മൊബൈലിലുണ്ട്. നമുക്ക് വളരാനും നമുക്ക് വളരാതിരിക്കാനും പറ്റുന്ന നല്ല വിഷയങ്ങളും നമ്മുടെ കൈവളയിലുണ്ട്. വാർഡ് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് മെമ്പർമാരായ കല ടീച്ചർ CR ഷൈൻ, നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS, അസിസ്റ്റന്റ് പ്രൊഫസർ PA വിഷ്ണു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS റജികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് സിവിൽ സർവീസ് പരിശീലകനായ മനോജ് രവീന്ദ്രൻ ക്ലാസ് എടുത്തു. കാഞ്ഞാണി ആക്ട്സിന് ആംബുലൻസ് യാഥാർത്ഥ്യമായി. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് BR ജേക്കബ് അധ്യക്ഷനായി. ആ ജില്ലാ കമ്മിറ്റി ഈ ഡീറ്റെയിലുകളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ആംബുലൻസ് വേണം. പിന്നെ ഒരു 5 ലക്ഷം രൂപ വാടാനപ്പള്ളി ബ്രാഞ്ചിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇടണം. അതിനുശേഷം നമ്മൾ ഇവിടെ ബ്രാഞ്ചായതിനു ശേഷം നമുക്ക് സ്വന്തമായ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ എമൗണ്ട് വാടാനപ്പള്ളി യൂണിറ്റ് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ഫണ്ട് ആവശ്യം വരുന്നുണ്ട്. ഫണ്ടിനേക്കാൾ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബ്രാഞ്ച് ആയാലും അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി യൂണിറ്റുകൾ ഓരോ ഏരിയ യൂണിറ്റുകളായി 8 യൂണിറ്റുകൾ വന്നു. പിന്നെ 9 ആയി 10 ആയി യൂണിറ്റുകളൊക്കെ ആളുകളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും യൂണിറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മളെ സംബന്ധിച്ച് ബ്രാഞ്ച് ആവാണ്ട് നമുക്കൊരു കണക്ഷൻ നടക്കുന്നില്ല. നമുക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബ്രാഞ്ച് ആവണം. ബ്രാഞ്ച് ആവണമെങ്കിൽ ഈ പറഞ്ഞ ആംബുലൻസ് വാങ്ങി അവരുടെ ഇനിയിപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഓരോ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറി ഡോക്ടർ ആന്റണി, കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുസ്ഥിരമായ ശുചിത്വ പാലനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകൾ, മാർക്കറ്റ്, ബസ് സ്റ്റോപ്പുകൾ, ആശുപത്രി പരിസരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിനാണ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 പീടിക മാർക്കറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വാർഡ് മെമ്പർ സുജ ശിവരാമൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, വ്യാപാരി വ്യവസായ സമിതി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ RS രഘുനാഥ്, ഇക്ബാൽ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വിനിത തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നിയോഗിച്ച ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മസേന പ്രവർത്തകരുടെയും സഹകരണത്തിൽ വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിലെ 3 പീടിക ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പ്രധാന കവലകളിൽ കൂടി വരും ദിവസങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും. മണ്ണൂർ ഗവൺമെന്റ് ITI അധ്യാപക രക്ഷകർതൃ സംഘടന ജനറൽ ബോഡി യോഗം ചേർന്നു. PTA പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ രാജേഷ് രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് NV വത്സല ഏറ്റുവാങ്ങി. 2022-24 ബാച്ചിലെ ബെസ്റ്റ് ട്രെയിനീസിന് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രിൻസിപ്പാൾ NV മീന, വേണു സ്റ്റീഫൻ, ET സുരേഷ്, മനീഷ് പങ്കജ്, അജീഷ് കണ്ണൻ, ആതിര തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ട കടമ നമ്മുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജ്യൂസ് കടകളും ചായക്കടകളും രാത്രികാലങ്ങളിൽ തേടിപ്പോകുന്ന മക്കളെ എന്തുകൊണ്ടാണ് നിരീക്ഷിക്കണം പറയുന്നറിയോ? ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള മധുരങ്ങളോട് പ്രിയം കൂടുതലാണ്. 10 രൂപയുടെ ഒരു ജ്യൂസ് കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ അവന് ലഹരി കൂട്ടും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിള്ളേരെ നിങ്ങൾ അറിയാതെ കഴിക്കാത്തോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. നിങ്ങൾ രാത്രി ഒരു ദിവസം ഒരു 10-11 മണിയാകുമ്പോൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ മതി.
ആ മണ്ണൂത്തിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൈവിടെ ഓർത്ത് ഇരുന്നാൽ മതി. അവിടെ ആരൊക്കെയാണ് വരുന്നത്? നമ്മളുടെ മക്കളുടെ പ്രായത്തിലുള്ളവരുണ്ട്, നമ്മുടെ മക്കളുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകും. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വേർതിരിവില്ലാതെ അവർ വന്ന് കഴിച്ചിട്ട് പോകുന്ന സ്ഥിതിവിശേഷം കണ്ടാൽ സിഗരറ്റ് വലിക്കാനും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനും ജ്യൂസ് കുടിക്കാനും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ പാൻറ്റും പനീനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ വരും കടലിൽ. ഇതിനു വേണ്ടി മാത്രം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ. അപകടകരമാണ് സ്ഥിതി. നമ്മൾ നിരീക്ഷിച്ചേ പറ്റൂ. ഇവർ മുഴുവൻ കുഴപ്പക്കാരാണെന്നല്ല, പക്ഷെ നമ്മൾ ഇവരെ നിരീക്ഷണത്തിൽ വെച്ചേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് ശ്രവണ ഉപകരണങ്ങൾ നൽകുന്നതിലേക്ക് 2 ലക്ഷം രൂപ വകയിരുത്തി. പരിപാടിയുടെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പൂർണിമ ENT, സർജൻ ഇസഹാക്ക്, ഓഡിയോളജിസ്റ്റ് എന്നിവർ പരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും നടത്തി. ICDS പ്രവർത്തകരായ ശുഭ, കവിത എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി പൊതു ഇടങ്ങൾ വൃത്തിയാക്കലിന് മൂന്നുപീടിക സെന്ററിൽ തുടക്കം കുറിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാക്ക്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റ് ഭാരവാഹികൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പൊതു ഇടങ്ങൾ വൃത്തിയാക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മാർച്ച് 30 മാലിന്യമുക്തം നവകേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വഴിയുടെ ശുചീകരണം നടത്തുന്നത്. പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അന്തേവാസിയായിരുന്ന സതി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അന്തിക്കാട് കൊല്ലാറ കുഞ്ചപ്പന്റെ മകളാണ്. സംസ്കാരം ചൊവ്വാഴ്ച നാട്ടിക പൊതുശ്മശാനത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി ഷാഴൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. താന്ത്രികാചാര്യൻ തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ ഷൺമുഖ സമാജം ഭാരവാഹികൾ ഉപഹാരം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.